നമസ്കാരം. ഇന്നൊരു നൈറ്റ് യാത്രയാണ്. നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, മലയാറ്റൂർ നക്ഷത്ര തടാകം എന്നൊരു സംഭവമുണ്ട്. ഞാൻ നേരിട്ട് ഇതുവരെ പോയി കണ്ടിട്ടില്ല. കാര്യം നമ്മുടെ അടുത്ത് നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. അറിയാലോ, നമ്മൾ കുറച്ച് പുറത്തൊക്കെ ആയ കാരണം നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്നൊരു അവസരമല്ല. അപ്പോൾ അത് കാരണം അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് 31-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ 1-ാം തീയതി. ഇപ്പം ഇന്ന് 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് 31-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ ഇയർ എൻഡാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒരു പുതുവത്സരത്തിൻ്റെ ആശംസകൾ അഡ്വാൻസായിട്ട് നേരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ കാണുന്നത് കോടനാട് അതുപോലെ മലയാറ്റൂർ പാലമാണ്. ഇത് നോക്കുമ്പോൾ കാണാം, അത് മലയാറ്റൂർ അടിവാരം പള്ളിയാണ്. പെരിയാറാണ് ഇതിൻ്റെ 2 സൈഡിലും കാണുന്നത്. പെരിയാർ. ഈ പാലം പണിതിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ പാലം വന്നതോടുകൂടി നമുക്ക് മലയാറ്റൂർ പള്ളിയിലേക്കൊക്കെ പോകാനായിട്ട് ജസ്റ്റ് 10 മിനിറ്റ് മതി കേട്ടോ. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ പണ്ടൊക്കെ, എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ ഇവിടുന്ന് വഞ്ചിയിലേക്കായിരുന്നു നമ്മൾ അപ്പുറത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പാലം കിടന്ന് അടിവാരം പള്ളിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ നക്ഷത്ര തടാകത്തിൻ്റെ അടുത്ത് ഒരുപാട് തിരക്കുണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിങ്ങളുടെ എത്രത്തോളം എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. നമുക്ക് എന്തായാലും ഈ കാണാനാണ് മലയാറ്റൂർ അടിവാരം പള്ളി. മലയാറ്റൂർ പള്ളിയാണ് അടിവാരം പള്ളി. അടിവാരം പള്ളിയിൽ നിന്ന് നമ്മൾ വീണ്ടും മലയാറ്റൂർ നക്ഷത്രത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 1-2 കിലോമീറ്റർ ഉള്ളൂ. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാവും തിരക്ക് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം നമ്മൾ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നക്ഷത്ര തടാകത്തിൻ്റെ സ്റ്റാർട്ടിങ്. ആൾക്കാരുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. നട്ടപ്പാതിര 12 മണി ആയ സമയം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് മലയാറ്റൂർ പള്ളിയിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടോ പള്ളിയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഭാഗം ഇതാണ്. ഇതിലൂടെയാണ് നമ്മളെല്ലാവരും മലയാറ്റൂർ പള്ളിയുടെ മുകളിലേക്ക് കയറുന്നത്. എല്ലാ സൈഡിലും സ്റ്റാറുകളൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് പാപ്പാനിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ അത്ര വെട്ടവും വെളിച്ചങ്ങളൊന്നും ഒക്കെ കുറവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാപ്പാനിനെ ഞാൻ പല ആംഗിളിലും നോക്കിയിട്ടും അത്ര ക്ലിയറായിട്ട് എനിക്ക് കിട്ടിയില്ല. ഈ പ്രാവശ്യം പാപ്പാനി കത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു, ഞാൻ രാത്രി പോയ കാരണം അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ന്യൂ ഇയർ.